കഴിഞ്ഞോ? പാക്ക് ചെയ്യാൻ കൊടുത്തു. എനിക്ക് നല്ല തലവേന. അവർ പാക്ക് ചെയ്യുമ്പോഴേക്ക് നമുക്കൊരു കാപ്പി കുടിക്കാം. സർ, എനിക്കൊരു കോഫി, അവിടെ ഐസ്ക്രീം. ഇന്ന് എത്ര മതി ഷോപ്പിംഗ്? വീട്ടിലേക്ക് പോവാം. അയ്യ, ഹലോ ജെഡി സാർ. സാറെന്താ ഇവിടെ? സാറെന്നെ ഓർക്കുന്നില്ലേ? കൽക്കത്തയിലെ കൾച്ചറൽ ഫൗണ്ടേഷന്റെ ലിറ്ററേച്ചർ ക്യാമ്പിൽ നമ്മൾ ഒരുമിച്ചുണ്ടായിരുന്നു 3 ദിവസം. പിന്നെ ഡൽഹി നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമയിൽ ഞങ്ങളുടെ നാടകം കാണാനും സാറ് വന്നിരുന്നു. നരേന്ദ്ര. അതെ, ഞാൻ ഓർക്കുന്നു. ഇരിക്കും. താങ്ക്സ്. കഥകളിയുടെ ബാക്ക്ഡ്രോപ്പിലുള്ള ഒരു റിയലിസ്റ്റിക് പ്ലേ. എന്തായിരുന്നു ആ നാടകത്തിന്റെ പേര്? ഡം ഡാൻസർ, മൂക നർത്തകൻ. യെസ്, ഇറ്റ് വാസ് എ ഫാബുലസ് പ്ലേ. നാദിര, ഇത് നരേന്ദ്രൻ, നല്ലൊരു ആക്ടറാ. ഇതെന്റെ ഭാര്യ നാദിര. ഹലോ. ഹലോ. എന്ത് ചെയ്യുന്നു? സാറിനെ പോലെ ലിറ്ററേച്ചർ തന്നെയാണോ മേഖല? ഏയ് അല്ല. നാദിര നോർത്ത് ഇന്ത്യയിൽ അറിയപ്പെടുന്ന ഒരു ഹിന്ദുസ്ഥാനി ഗായികയാണ്. ടാഗോറിന്റെ കവിതകൾ നാദിര തന്നെ ചിട്ടപ്പെടുത്തി ഒരു മ്യൂസിക്കൽ ഫ്യൂഷനായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ട്. ഇറ്റ് വാസ് ക്വൈറ്റ് സെൻസേഷണൽ. ഓഹോ, അത് ശരി. അല്ല, നരേന്ദ്രൻ ഇപ്പം എന്ത് ചെയ്യുന്നു? നാടകം തന്നെയാണോ അതോ? ഏയ്, നാടകം ഒരു തൊഴിലാക്കിയില്ല. പക്ഷേ നാടകത്തോടുള്ള സ്നേഹം ഉപേക്ഷിച്ചിട്ടില്ല. ഒരു ബാങ്ക് ജീവനക്കാരനാണേ. പിന്നെ സർഗ എന്ന സംഘടനയോടൊപ്പം അല്പ സാംസ്കാരിക പ്രവർത്തനമുണ്ട്. മറ്റ് സംസ്ഥാനങ്ങളിലെ കലകളെ ഇവിടെ പരിചയപ്പെടുത്തുക, അതാണ് പ്രധാന ലക്ഷ്യം. അതിന്റെ ഭാഗമായി വൈജയന്തിയുടെ ഒഡീസി, ലീല കൗളിന്റെ കഥക്, അങ്ങനെ ഒരുപാട് വെറൈറ്റി പ്രോഗ്രാംസ് ഞങ്ങൾ നടത്തി. ഓ ഗുഡ്. ഒരിക്കൽ ഞങ്ങൾക്കിടയിൽ ചർച്ച വന്നതാ ഒരു ഗസൽ പ്രോഗ്രാം കണ്ടക്ട് ചെയ്യാൻ. പക്ഷേ അന്നത് നടന്നില്ല. അല്ല, സാർ എത്ര കാലം ഇവിടെ ഉണ്ടാവും? ഒന്നും അങ്ങനെ തീരുമാനിച്ചിട്ടില്ല. നെക്സ്റ്റ് 15 വരെ സാർ ഇവിടെ ഉണ്ടെങ്കിൽ അടുത്ത ഞങ്ങളുടെ പ്രോഗ്രാം മാഡത്തിന്റെ ഗസൽ സന്ധ്യയാവാം. എന്താ? അല്ല, മാഡം ഒന്നും പറഞ്ഞില്ല. ഇവിടെ ഒരു പ്രോഗ്രാമിനെ കുറിച്ചൊന്നും ഞാൻ ചിന്തിച്ചിട്ടില്ല. നമുക്ക് ചിന്തിക്കാവുന്നതാണ്. താങ്ക്സ്. സാറിന്റെ കോണ്ടാക്ട് നമ്പർ? സാറിന്റെ പുതിയ നോവൽ അടുത്തെങ്ങാനും? ഇല്ല. സാർ ഇനിയും എഴുതണം. സാറിന്റെ പുതിയ നോവലിന് വേണ്ടി കാത്തിരിക്കുന്ന ഒരുപാട് സുഹൃത്തുക്കൾ എന്റെ അറിവിൽ തന്നെയുണ്ട്. ഫോൺ നമ്പർ. അപ്പോ വരട്ടെ സാർ. വിളിക്കാം. ഓക്കേ, സീ യു. ജെഡി, ഇത്രയും ശാന്തമായൊരു ഷെൽട്ടർ ഇത്ര പെട്ടെന്ന് നമുക്കുണ്ടാവുമെന്ന് കരുതിയില്ല. മനസ്സ് എല്ലാം മായ്ച്ച ഒരു സ്ലേറ്റ് പോലെ. പുതിയ ചിന്തകൾ, കഥാപാത്രങ്ങൾ, സന്ദർഭങ്ങൾ, എല്ലാത്തിനും ഒരു പുതുമ. നിനക്കും വ്യക്തമായ എന്തൊക്കെയോ മാറ്റങ്ങൾ. എനിക്കാണെങ്കിൽ ടെൻഷനാ. ഇവിടെ നിന്ന് സെറ്റിൽ ആകാൻ പോലും സമയം തരാതെ ജെഡി നരേന്ദ്രൻ പറഞ്ഞപ്പോ പാടാന്ന് കയറി ഏറ്റ എന്തിനാ? ഞാൻ ഒട്ടും പ്രിപ്പയർഡ് ആയിട്ടില്ല. ഞാൻ എപ്പോഴും എഴുതിയിട്ടുണ്ട്, ഒരു യഥാർത്ഥ കലാകാരൻ എന്നും യുദ്ധസന്നദ്ധനായ ഒരു യോദ്ധാവായിരിക്കുമെന്ന്. പേടിക്കങ്ങ് എഴുതിയാ മതി. ഞാനല്ലേ പാടേണ്ടത്? ഒന്നാമത് പരിചയമില്ലാത്ത നാട്, ആൾക്കാര്, വേദി. മാത്രമല്ല, ഞാനൊരു സ്റ്റേജ് പെർഫോമൻസ് നടത്തിയിട്ട് വർഷങ്ങൾ എത്രയായി. ഷൂ, ഒരു കൂവലെങ്ങാനും വീണാ പിന്നെ ഈ ജമ്മത്ത് എനിക്ക് സ്റ്റേജിൽ കയറാൻ പറ്റില്ല. വെറുതെ ഒരു റിസ്ക് എടുക്കണോ ജെഡി? വേണം. നമ്മുടെ മുമ്പോട്ടുള്ള ലൈഫിൽ നീ എൻഗേജ്ഡ് ആയിരിക്കേണ്ടത് അത്യാവശ്യമാണ്.
അതിനെ ഒരു ജോലിയായിട്ട് കാണണ്ട, നേരം പോക്കുമല്ല. ജീവിതം അതിൻ്റെ എല്ലാ സാധ്യതകളോടും കൂടി ജീവിച്ച് തീർക്കുക എന്നർത്ഥമാക്കിയാൽ മതി. എനിക്കെന്തോ നിന്റെ നാളത്തെ കൺസേർട്ടിനെ കുറിച്ച് വളരെ പോസിറ്റീവ് വൈബ്സാണ്. ഞാനതിനെ ഈ വീട് തരുന്ന നല്ല വൈബ്രേഷൻസുമായിട്ട് ബന്ധപ്പെടുത്തുന്നു. എനിക്കും കാലങ്ങൾക്ക് ശേഷം എഴുതണമെന്നൊരു തോന്നൽ, അസാധാരണമായ ഒരു ക്രിയേറ്റീവ് വേർച്ച്. അതെ, എന്താ ഇവിടെ വന്നിരിക്കുന്നത്? രാത്രി ആയാപ്പിന് ഞാൻ മുറ്റത്ത് വന്നിരുന്ന് പരദൂഷണം പറയുന്ന പതിവുണ്ടെങ്കിൽ പറയണം. എനിക്ക് നേരത്തെ കിടക്കണം. എനിക്കൊരു 10 മണിക്കൂറെങ്കിലും ഉറക്കം പതിവാ. അത് മാത്തുക്കുട്ടിച്ചാനുള്ള കാലം മുതലേ ഉള്ളൊരു കരാറാ. ഊണ് മേശപ്പുറത്തെടുത്ത് വെച്ചിട്ടുണ്ട്, ആവശ്യമുള്ളവർക്ക് വിളമ്പി കഴിക്കാം. പിന്നെ ഫ്രീ ആയിട്ട് വേണമെങ്കിൽ ഒരു ഉപദേശം തരാം. രാത്രി 10 മണി കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ഇങ്ങനെ ഇരിക്കരുത്. ഇരുന്നാൽ എന്താ? ഇരുന്നാൽ എന്താന്നോ, ആ, ഞാൻ പറയാനുള്ളത് പറഞ്ഞു. അനുഭവിക്കുമ്പോൾ പഠിച്ചോളൂ. നിനക്ക് പോകാനുള്ള സമയമെങ്കിൽ എൽദോനോട് കാർ വിളിക്കാൻ പറയാം. വേണ്ട, വണ്ടിയുമായി വരാമെന്ന് നരേന്ദ്ര പറഞ്ഞിട്ടുണ്ട്. ആ, എന്നാ ഓക്കെ. എൽദോ, അതിനെന്താ പറ്റിയേ? ഈ വീട്ടിലെല്ലാം തലതിരിഞ്ഞല്ലയോ? ഇതിലൊരു സൂചി പുറകോട്ടാ ഓടുന്നത്. ശരിയാക്കാൻ പറ്റുമോ നോക്കട്ടെ. അല്ല സാറേ, സാറ് പാട്ട് പാടാൻ പോവാന്നോ? ഞാനല്ല, കേൾക്കണമെങ്കിൽ കൂടെ പോവാ. ഞാൻ കുറെ പാട്ട് കേട്ടിട്ടുള്ളതാ സാറേ. പാട്ട് പാടിയ എൻ്റെ ഏമാന്മാരെ മുഴുവൻ ആ വടക്കത്തി പാട്ടിലാക്കിയത്. ഇന്നും അവൾ ആ പാട്ട് നിർത്തിയിട്ടില്ല. പാട്ടെന്ന് കേൾക്കുമ്പോഴേ ഈ എൽദോയ്ക്ക് പേടിയാ. ഏത് വടക്കത്തിയുടെ കാര്യമാ എൽദോ ഈ പറയുന്നേ? ഓ, ഒന്നും അറിയാത്തതുപോലെ. മാത്തുക്കൂട്ടിച്ചായം പറഞ്ഞില്ലേലും കുഞ്ഞിന്റെ അമ്മാമ്മ പറയാതിരിക്കുകയില്ല. കോരി ചൊരിയുന്ന ഒരു പേമഴയിൽ ഈ തറവാട്ടിലെ മൂത്ത കാരണവർ ഒരു വേട്ട കഴിഞ്ഞ് വരുമ്പോ കൂടെ കൊണ്ടുവന്ന വടക്കത്തി അറിയാത്തവരാരാ? പൂച്ചയുടെ കണ്ണും പാലപ്പത്തിന്റെ നിറവുള്ള അസത്ത്. പിന്നെ പിന്നെ അവിടെ പാട്ട് കേൾക്കാൻ ഈ തറവാട്ടിലെ ഓരോ ആണുങ്ങളായി പോയി തുടങ്ങി. ഒരൊറ്റ എണ്ണത്തിനെ ബാക്കി വെക്കാതെ അവൾ ഈ തറവാട് കുളം തോണ്ടിയിട്ടാ പോയത്. അവള് പോയിട്ടും അവളുടെ പാട്ടും മേളവും ഈ കളപ്പുര വിട്ടു പോയില്ല. ഇന്നും ഉറക്കം വരാതെ തിരിഞ്ഞും മറിഞ്ഞും കിടക്കുമ്പോ എൽദോ ആ പാട്ട് കേൾക്കാറുണ്ട്. അതിനൊരു വല്ലാത്ത ശക്തിയാ സാറേ, നമ്മളെ അങ്ങ് പിടിച്ചു വലിക്കുക. പക്ഷെ എൽദോ വീഴത്തില്ല. കഥകിന്റെ സാക്ഷാൽ റാണി അടിച്ച് മൂടി പൊതച്ച് കുരിശും നെഞ്ചിലോട്ട് കെട്ടിപ്പിടിച്ച് ഞാൻ അങ്ങ് കിടക്കും. ഞാൻ ആരാ പുള്ളി? അവരെങ്ങനെയാ മരിച്ചത്? കൊച്ചുകുഞ്ഞിന്റെ പിറന്നാളിന് ഞാൻ ഒരു മൂടി ഇഞ്ചി പറിക്കാൻ തടത്തിലോട്ട് ചെന്നപ്പോ ആ മുളങ്കൂട്ടത്തിനരികെ നിറയെ ഉറും പരിച്ച് ചത്തു മലച്ചങ്ങനെ കിടക്കുക, കണ്ണു തുറച്ച് എന്നെ നോക്കിക്കൊണ്ട്. ആ നോട്ടമുണ്ടല്ലോ, മറക്കുകയില്ല. വാ വാ.
ജെഡി, എനിക്ക് ഇപ്പം ചെറിയൊരു ടെൻഷൻ. സ്റ്റേജിൽ പാടിയിട്ട് കുറേ നാളായതുകൊണ്ടാവാം. അതോ ഈ കഥ കേട്ടിട്ടോ? അല്ല, ജെഡിയും കൂടെ വരായിരുന്നെങ്കിൽ എനിക്കൊരു ധൈര്യം ഉണ്ടായിരുന്നു. ഈ കണ്ണുകളിൽ നോക്കി പാടുമ്പോൾ ഞാൻ എല്ലാം മറക്കാറുണ്ട്. പ്ലീസ്. ഇല്ലടാ, ഞാൻ വരുന്നില്ല. വന്നാലും എനിക്ക് അവിടെ മനസ്സുറക്കില്ല. നീ പോയി വാ. ഓൾ ദി ബെസ്റ്റ്. പോകാം. ആ ഓക്കെ ജെഡി സാർ. ഓക്കെ നരേന്ദ്രൻ, ഗ്രേറ്റ് ഈവനിങ്. താങ്ക് യു.
മുറിയാതെന്നല്ലയോ പറഞ്ഞത്? എന്താടോ? ഈ മുറിയാതെന്നറിയാവോ? പഴയ കളപ്പുരയാ. ആ വടക്കത്തിയുടെ തോന്നിയാസങ്ങൾ മുഴുവൻ ഇതിനകത്തായിരുന്നു. അവൾ ചത്തപ്പം ഇടിച്ചു പൊളിച്ച് കളഞ്ഞതാ. പിന്നെ സായിപ്പന്മാർക്ക് താമസിക്കാനെന്നും പറഞ്ഞ് മാത്തുക്കുട്ടിച്ചായം കെട്ടി ഉണ്ടാക്കിയതാ ഈ പുതിയ മുറി. പക്ഷെ ഇവിടെ ഒരു സായിപ്പേ താമസിച്ചിട്ടുള്ളൂ. മീനുകൾ കടിച്ചു കീറിയ സായിപ്പിന്റെ ശരീരം ആ പുഴയിൽ പൊങ്ങിയത് 5 ദിവസം കഴിഞ്ഞ അത് പിന്നെ ഈ മുറി ആരും തുറന്നിട്ടില്ല. അവൾ അകത്തുണ്ട് സാറേ. രാത്രിയിൽ പുഴയിൽ മീൻ പിടിക്കാൻ ഇറങ്ങുന്ന ആളുകൾ കണ്ടിട്ടുണ്ട്. മെഴുകുതിരി വെട്ടത്തിൽ അവൾ ഇരുന്ന് എന്തൊക്കെയോ കുത്തി കുറിക്കുന്നത്. അതിന് ഞാൻ ഈ മുറിയും തുറക്കുന്നോണ്ട് എന്താ? സാറ് തുറന്നു, പക്ഷെ അതിനു മുമ്പ് എന്നെ കൊന്നേക്കണം. എന്റെ ശവത്തെ ചവിട്ടിന്നുകൊണ്ടല്ലാതെ ഈ മുറി തുറക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല. താനിങ്ങോട്ട് മാറ്. മാറത്തില്ല. എന്നെ കൊന്നാലും ഞാൻ മാറത്തില്ല. ആ നാദിറ, so how was the evening? ഗ്രേറ്റ്. ജഡി സാർ മുഖസ്തുതി പറയുകയല്ല. സർഗ കൾച്ചറൽ ഫോറം ഇതുവരെ നടത്തിയിട്ടുള്ള പ്രോഗ്രാംസിൽ വെച്ച് ഏറ്റവും ഗംഭീരമായിരുന്നു മേഡത്തിന്റെ ഗസൽ. എന്തായിരുന്നെന്നോ ഓഡിയൻസിന്റെ റെസ്പോൺസ്. കിഷോരി അമോൽക്കറിന്റെ പെർഫോമൻസിന് ശേഷം ഇത്രയും ആകർഷിച്ചൊരു ഈവനിങ് ഉണ്ടായിട്ടില്ലെന്നാണ് റിപ്പോർട്ട്. സന്തോഷം. അപ്പോൾ ഓക്കെ സർ, ഗുഡ് നൈറ്റ്. പോട്ടെ മാഡം, ഓക്കെ, വിളിക്കാൻ ഞാൻ. ഗുഡ് നൈറ്റ്. ആരാധകരുടെ നിറഞ്ഞ സ്നേഹത്തിന് മാത്രം കൊണ്ടുവരാൻ കഴിയുന്ന ഒരു തിളക്കമുണ്ട് നിന്റെ കണ്ണുകളിൽ. ശരിയാ, ഞാൻ പാടിത്തീർന്നപ്പോ നിലയ്ക്കാത്ത കരഘോഷമായിരുന്നു. ഇത്ര അധികം അഭിനന്ദനങ്ങൾ ഏറ്റുവാങ്ങിയൊരു വേദി ഇതാദ്യമായിട്ടാ. മീഡിയാസും പാട്ട് കേട്ടവരും എല്ലാവരും എന്റെ ചുറ്റുമങ്ങ് കൂടി. ശരിക്കും എനിക്ക് മറക്കാനാവാത്തൊരു രാത്രി ഇന്ന്. നല്ലത്. ഒരു പുതിയ തുടക്കം, വരാനിരിക്കുന്ന ഒരുപാട് വിജയങ്ങളുടെ ആരംഭം. ഐ എം സോ ഹാപ്പി ഫോർ യു.